ഹായ് ഓൾ മക്കളെ, NMMS എക്സാമിനുള്ള പ്രിപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് NMMS എക്സാമുമായി ബന്ധപ്പെട്ട ഏത് സബ്ജക്റ്റിൻ്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനുകളൊക്കെ ഈ ഒരു ചാനലിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളത് വാച്ച് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾ. ഇതിനൊക്കെ മലയാളം കൂടി ഞാൻ ഒപ്പം പറയൂ കേട്ടോ. ആരെങ്കിലും മലയാളം മീഡിയം കാരനെങ്കിൽ അവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എലമെന്റ് മൂലകം, കോമ്പൗണ്ട് സംയുക്തം. മൂലകങ്ങൾ കൂടിച്ചേർന്നാണ് സംയുക്തം ഉണ്ടാവുക. ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് മോളിക്യൂൾ അഥവാ തന്മാത്രകൾ ഉണ്ടാവുന്നത്. ഈ 4 ടേമുകളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി നമ്മുടെ 8ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് സിലബസിൽ 2ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വീഡിയോ കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. അറിയുന്ന ഉത്തരങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, ദ സിംബൽ ഓഫ് ദ എലമെന്റ് ആന്റിമണി. ആന്റിമണി എന്ന് പറയുന്ന മൂലകത്തിന്റെ പ്രതീകം, സിംബൽ എന്താണ്? AG, AN, SN, SB. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ഇത് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ NMMSൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ആന്റിമണിയുടെ പ്രതീകം ഏതാണ്? യെസ്, ആൻസർ ഏതാണ് മക്കളെ? ഓഫ് കോഴ്സ് നമ്മുടെ ആൻസർ D ഈസ് ദ റൈറ്റ് ആൻസർ. SB ആണ് വരുന്നത്. അപ്പോഴേക്കും ആന്റിമണി എന്ന് പറയുമ്പോൾ AN അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലെറ്ററിൽ നമ്മൾ നോക്കേണ്ടത്. എടാ, മൂലകങ്ങളിൽ ചിലത് നമ്മൾ ലാറ്റിൻ നെയിമിൽ നിന്നും പേര് കടമെടുത്ത ആൾക്കാരില്ലേ? ആരൊക്കെയായിരുന്നു? ഇത്രയും ആൾക്കാർ നോക്കിക്കണം. ഇതിന്റെ നോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിനൊക്കെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ റെക്കോർഡിംഗ് ഈ വീഡിയോയുടെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ആകും. അവിടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് കിട്ടുട്ടോ. തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നോക്കിക്കേ, ആന്റിമണി നമുക്കറിയാം. ആന്റിമണി സ്റ്റിബിയം എന്നാണ് ലാറ്റിൻ പേര്. SB ആണ് സിമ്പല്. നോക്കി ചേട്ടോ, കോപ്പർ കുപ്രമാണ്, CU ആണ് സിമ്പല്. ഗോൾഡ് നമുക്കറിയാം ഓറം AU ആണ്. അയേൺ ഫെറം ആണ് FE. ലെഡ് പ്ലംബമാണ് PB. മെർക്കുറി ഹൈഡ്രാർജിറം എന്നാണ് ലാറ്റിൻ പേര് HG. പൊട്ടാഷ്യം കാലിയം ആണ് K. സിൽവർ അർജന്റം AG. സോഡിയം നമുക്കെല്ലാവർക്കും അറിയാം നാട്രിയം ആണ് N. ടിന്ന് സ്റ്റാനം ആണ് SN. ടങ്സ്റ്റൺ W ആണ്. വോൾഫ്രം എന്നുള്ള ലാറ്റിൻ പേരാണ്. അപ്പോൾ ഇത്രയും ആളുകളുടെ ലാറ്റിൻ പേരിൽ നിന്നാണ് നമ്മൾ പ്രതീകം, സിമ്പിൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോ, എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ AG സിൽവർ ആയിരുന്നു, AN വെറുതെ കൊടുത്തതാണ്. SN നമ്മൾ ഓൾറെഡി പറഞ്ഞു ടിന്നാണ്. ഓക്കെ, PB ആരായിരുന്നു? പ്ലംബം ലെഡ് ആയിരുന്നു അല്ലേ? SN ടിന്ന്, PB ലെഡ്. ഓക്കെ, which of the following element is named after the name of a place? ഓക്കെ, അപ്പൊ സ്ഥലത്തിന്റെ പേരിൽ നിന്നും വന്നിട്ടുള്ള മൂലകം ഇതിൽ ഏതാണ്? നമുക്കറിയാം ഒരു ഒറിജിൻ ഓഫ് നെയിം ഓഫ് എലമെന്റ് എന്നുള്ളത്, അഥവാ ഓരോ മൂലകളുടെ പേരുകൾ വന്ന വഴി നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ചിലത് സ്ഥലങ്ങളുടെ പേരാണ്, പിന്നെ സയന്റിസ്റ്റുമാരുടെ പേരുണ്ട്, പ്ലാനറ്റ് ഗ്രഹങ്ങളുടെ പേരുകളുണ്ട് അല്ലെ? ഇങ്ങനെ കളറിന്റെ പേരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? യെസ്. അപ്പൊ ഇതില് സ്ഥലവുമായി ബന്ധപ്പെട്ടത് NA, CF, ES, CL. യെസ്, ആൻസർ ഓഫ് കോഴ്സ് ഏതാണ്? പ്ലേസുമായി ബന്ധപ്പെട്ട് CF ആരാ? കാലിഫോർണിയം. ചില മൂലകളുടെ പേരൊക്കെ പഠിച്ചേക്കണം. കാലിഫോർണിയം ആണ് CF. അങ്ങനെ സ്ഥലത്തിന്റെ പേര് ആരൊക്കെയാ? അമരേഷ്യം, AM അമേരിക്ക എന്ന് വന്നതാണ്. ജർമേനിയം GE അല്ലെ? അങ്ങനത്തെ പേരുകളൊക്കെ ഒന്ന് നോക്കിക്കണം. ഇന്ത്യയിൽ നിന്ന് വന്നതാണോ? അല്ല കേട്ടോ. ഇന്ത്യം കളറിന്റെ പേരിൽ നിന്നാണ്, ഇൻഡിഗോ കളറിൽ നിന്ന്. CL നമ്മുടെ ക്ലോറിൻ. ഓക്കെ, ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ്. ഓക്കെ, അപ്പോൾ ക്ലോറിൻ അത് കളറിന്റെ പേരിൽ നിന്ന് വന്നതാണ്. ഇനി സോഡിയം നമ്മൾ പറഞ്ഞു ലാറ്റിൻ പേരിൽ നിന്ന് വന്നതായിരുന്നു. ES ആരാ? ഐൻസ്റ്റീനിയം. സയന്റിസ്റ്റുമാരുടെ ഏകദേശം 16ഓളം സയന്റിസ്റ്റുമാരുടെ പേരെന്ത് ചെയ്യുന്നുണ്ട്, പീരിയോഡിക് ടേബിൾ ഉണ്ട്. ഐൻസ്റ്റീനിയം, നൊബേലിയം ആൽഫ്രഡ് നോബൽ എന്നാണ്. ക്യൂറിയം മേരി ക്യൂറിന്റെ ഓർമ്മക്കായിട്ട് വന്നതാണ്. മെന്റലേവിയം നമ്മുടെ പീരിയോഡിക് ടേബിൾ ഒക്കെ ഉണ്ടാക്കിയ മെന്റലേഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒന്നാണ്. ബെർക്കേലിയം. ഓക്കെ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, ആ പറഞ്ഞ സയന്റിസ്റ്റുമാരുടെ പേരുകളും ചിലതുണ്ട്. ഇവിടെ ചോദിച്ചത് പ്ലേസിന്റെ പേരാണ്, സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആൻസർ B. Which of the following is a compound? ഇതിൽ ആരാണ് കോമ്പൗണ്ട്? സംയുക്തമായിട്ടുള്ളത് ഇതിൽ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സംയുക്തം ആരാണ്?
കാർബൺ, നൈട്രജൻ, അമോണിയ, ക്ലോറിൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ സി ആണ് അല്ലെ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? പീരിയോഡിക് ടേബിൾ നമുക്കറിയാം 118ഓളം എലിമെന്റ് ഉണ്ട്. അതിൽപ്പെട്ട 6ാമത്തെ ആളാണ് കാർബൺ അല്ലെ, 7ാമത്തെ ആളാണ് നൈട്രജൻ, 17ാമത്തെ ആളാണ് ക്ലോറിൻ. അതറിയോ? അങ്ങനെ പാട്ടൊക്കെ പാടിക്കണ്ട് നമുക്ക് അതിന്റെ അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ പറയാൻ പറ്റും. ഓക്കെ. ഹായ് ഹീലി, BBC ന്യൂസ് ഓഫ് ആക്കിയോ നീ. ഹായ് ഹായ് ആരാ? ഹൈഡ്രജൻ. ഹീലി ഹീലിയവും ലിഥിയവും. സിമ്പിൾ അല്ലേ അല്ലെ. BBC ന്യൂസ് ബെറീലിയം, ബോറോൺ, കാർബൺ, ന്യൂസ് നൈട്രജൻ. BBC ന്യൂസ് ഓഫ് ആക്കിയോ ഓക്സിജനും ഫ്ലൂറിനും, നിയോൺ. കണ്ടോ? ആദ്യത്തെ 10 വരെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ തന്നെ ചെയ്തത് നമ്മുടെ Exam5യുടെ മെയിൻ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ Exam5 ലേണിംഗ് പീരിയോഡിക് ടേബിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ പാട്ട്, ഇത് ആദ്യത്തെ 10 അല്ലേ, ഇതേപോലെ ആദ്യത്തെ 30 ആൾക്കാർ, അതേപോലെ തന്നെ നോബിൾ ഗ്യാസസ്, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആ വീഡിയോയിൽ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ. യെസ്. അപ്പോൾ ഇതിൽ അമോണിയ എന്താണ്? നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നാലാണ് എന്ത് കിട്ടുക? അമോണിയ, NH3 കിട്ടുന്നത്. ഓക്കെ. നമ്മളതിനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ, സമീകരിക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് വരിക. N2+3H2 gives 2NH3 എന്നുള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ. യെസ്. Which of the following pairs of elements have polyatomic molecule? Polyatomic എന്ന് പറഞ്ഞാൽ ബഹു ആറ്റോമിക തന്മാത്രകൾ ഇതിൽ ആരെല്ലാമാണ്? P and AR, H and S, O and XE, P and S. അപ്പൊ ബഹു ആറ്റോമികം. നമുക്കറിയാം പൊതുവെ ആറ്റങ്ങൾക്ക് സ്ഥിരതയില്ല, അപ്പോഴാണ് ആറ്റങ്ങൾ മോളിക്യൂൾസ് ആയി മാറുക. ഓക്കെ. എന്നാൽ ചില മോളിക്യൂളുകൾ ഉണ്ട്, അതിൽ ഒറ്റ ആറ്റമേ ഉള്ളൂ. അങ്ങനെയുള്ള ആറ്റങ്ങൾ വിളിച്ച പേരായിരുന്നു മോണോ അറ്റോമിക്. മോണോ അറ്റോമിക്കിന് എക്സാമ്പിൾ ആരൊക്കെയായിരുന്നു മക്കളെ? നമ്മുടെ ആർഗൺ, ഹീലിയം, നിയോൺ, ഇവരൊക്കെ എന്താണ്? മോണോ അറ്റോമിക് ആണ്. ഒറ്റ ആറ്റ ഒരു തന്മാത്രയിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ ദ്വയാറ്റോമിക് ഉണ്ട്, ഡയറ്റോമിക് ഉണ്ട്. അതാരൊക്കെയാ? നമുക്കറിയാം ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഇതൊക്കെ ദ്വയാറ്റോമിക. എന്നാൽ ബഹു ആറ്റോമികത്തിന് എക്സാമ്പിൾ ഏതാ? യെസ്, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ P and S. ഫോസ്ഫറസ് ആണെങ്കിൽ 4 ഫോസ്ഫറസിന്റെ ആറ്റങ്ങൾ ചേരണം. സൾഫർ ആണെങ്കിലോ 8 സൾഫറിന്റെ ആറ്റങ്ങൾ കൂടി ചേർന്നാലേ ഒരു സൾഫറിന്റെ മോളിക്യൂൾ തന്മാത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ 2ൽ കൂടുതൽ ആറ്റങ്ങൾ കൂടി ചേർന്ന തന്മാത്രകളെ പോളി അറ്റോമിക്, ബഹു ആറ്റോമിക് എന്ന് വിളിക്കാം. ഫോസ്ഫറസും സൾഫറും. ഒരു എക്സാമ്പിളോട് പറയാൻ പറ്റുമോ? യെസ്, O3, നമ്മുടെ ഓസോൺ ഒരു പോളി അറ്റോമിക് ആണ്. ഓക്കെ. അപ്പൊ ഇത് നമുക്കറിയാം, ഇതിൽ ഫോസ്ഫറസ് ഉണ്ട്, പക്ഷെ ആർഗൺ മോണോ അറ്റോമിക് ആണ്. ഹൈഡ്രജൻ ഡയറ്റോമിക് ആണ്, സൾഫർ പോളിയാണ്. ഓക്സിജൻ ഡയറ്റോമിക് ആണ്. XE ആരാ? സെനോൺ. ഈ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. സെനോൺ എന്താണ്? മോണോ അറ്റോമിക് ആണ്. ഓക്കെ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, ഇത്രയും ആൾക്കാർ ഈ പറഞ്ഞ മോണോ അറ്റോമിക് ആയിരിക്കും. നമ്മൾ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് താഴേക്ക് ഒരേ ഗ്രൂപ്പിൽ കാണുന്ന അവർ നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കുക. നോബിൾ ഗ്യാസുകളൊക്കെ മോണോ അറ്റോമിക് ആയിരിക്കും. എങ്കിൽ ഇതാ ഒരു ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 5 molecule of cane sugar. ഓക്കെ. ഈ ഒരു ചോദ്യത്തിന് ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന്റെ ഒരു ക്ലൂ അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ഞാൻ ചെയ്തു പറയാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ 3H2O ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട് മക്കളെ? 3H2O എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, H2O എന്ന് പറഞ്ഞാൽ ഒരു തന്മാത്ര, മോളിക്യൂളാണ്. അങ്ങനത്തെ എത്ര തന്മാത്രകൾ, എത്ര മോളിക്യൂൾ ഉണ്ട്? 3 മോളിക്യൂൾ H2O ആണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു H2O എത്ര ഉണ്ട് നോക്കുക. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. ടോട്ടൽ എത്ര? 3 എണ്ണം അല്ലേ? 2 ഹൈഡ്രജനും 1 ഓക്സിജനും. ടോട്ടൽ 3 ആറ്റമാണ് ഒരു H2O ഉള്ളത്. 3 ആറ്റം ഇൻ സിംഗിൾ H2O മോളിക്യൂൾ. അങ്ങനത്തെ എത്ര H2O ഉണ്ട്? 3. അപ്പോൾ ഒരു H2Oയിൽ 3 എണ്ണം. 3 H2Oയിലോ സ്വാഭാവികമായിട്ടും 3 × 3 9. എടാ, ഒരു മിഠായിക്ക് 3 രൂപ. 3 മിഠായിക്ക് എത്ര? 3 × 3. ഓക്കെ. ഇതേപോലെ നമുക്കറിയാം കെയിൻ ഷുഗർ എല്ലാവർക്കും അറിയാം. ഷുഗർ എന്താ? C12H22O11. C12H22O11 കുറച്ച് വലിയൊരു മോളിക്യൂളാണ്. ഇതിൽ എത്ര ആറ്റം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും, ഒരു സിംഗിൾ മോളിക്യൂളിൽ. എങ്കിൽ അങ്ങനത്തെ 5 കെയിൻ ഷുഗറിന്റെ മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ടെന്ന് വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ABCDയിൽ ഏതാണ് ഉത്തരമെന്ന് നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് എന്തിട്ടെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ക്വസ്റ്റ്യനുകളുമായിട്ടും വീഡിയോവുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്